ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കെ.സി. ജോസഫിനെ നിയോഗിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥയെ എങ്ങനെ അവിടുത്തെ കോൺഗ്രസ് കാണുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ മുതിർന്ന നേതാവ് കെ.സി. ജോസഫിനെ രംഗത്തിറക്കി. കഴിഞ്ഞ ദിവസം കെ.സി. ജോസഫ് ആലപ്പുഴ DCC ഓഫീസിലെത്തി. ഉമ്മൻചാണ്ടി വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കെ.സി. പൂർണ്ണമായും തഴഞ്ഞു എന്നായിരുന്നു ഇവരുടെ പരാതി. എ ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായ കായംകുളത്ത് പ്രശ്നം ഇനിയും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കായംകുളം മണ്ഡലത്തിൽ കെ.സി. വേണുഗോപാൽ ഇനിയും റോഡ് ഷോ പോലും നടത്തിയിട്ടില്ല. റോഡ് ഷോ നടത്തിയാൽ പാളിപ്പോകും എന്ന മുന്നറിയിപ്പാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെയാണ് ഹരിപ്പാട് വെച്ച് നേരത്തെ റോഡ് ഷോ നിർത്തിവെച്ചതും. കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന മണ്ഡലം കൺവെൻഷനിലും കെ.സി. വേണുഗോപാൽ മണ്ഡലത്തിലെ വിഭാഗീയത തുറന്നു പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കായംകുളത്തെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്, എല്ലാ പ്രവർത്തകരുണ്ട്. അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം ഉള്ള നാടാണ് കായംകുളം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള നാടാണ് കായംകുളം. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് മാറ്റിവെക്കാം, അല്ലേ? അങ്ങനെയല്ലേ? കുറച്ച് പണം നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും പണം വാങ്ങാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല. പ്രശ്നം പരിഹരിക്കാൻ DCC ഓഫീസിൽ നടന്ന യോഗത്തിനിടയിലുണ്ടായ തമ്മിത്തല്ലുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കെ.സി. ജോസഫ് വിമർശിച്ചത്. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വിവിധ ഗ്രൂപ്പുകളായി. ഇതുമൂലം പ്രവർത്തനം പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വിഭാഗത്തിലെ മുതിർന്ന നേതാവായ കെ.സി. ജോസഫിനെ തന്നെ കെ.സി. വേണുഗോപാൽ AICCയുടെ നിർദ്ദേശപ്രകാരം എന്ന വ്യാജേന രംഗത്തിറക്കിയത്. കെ.സി. ജോസഫ് എത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 23-ന് കായംകുളത്ത് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ മുതിർന്ന എ ഗ്രൂപ്പ് നേതാവായ കെ.സി. ജോസഫ് തന്നെ നേതാക്കളോടും പ്രവർത്തകരോടും നിർദ്ദേശിച്ചിട്ടും പൂർണ്ണമായും ഇനിയും ഫലം കണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാലിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന കായംകുളത്ത് 23-ന് റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.